കെ സുരേഷ് ഇപ്പോൾ കഴിഞ്ഞ തവണ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പോലും ഇത്തവണ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. അങ്ങനെ നിരവധി പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളും 2 ടേം ഇവിടെ MLA ആയിരുന്ന ആളായിരുന്നു കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി. ഇത്തവണ പുതിയ ഒരാളാണ്, പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഒരാളാണ്. അങ്ങനെ UDF സംബന്ധിച്ചോളം ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ അനുകൂല ഘടകങ്ങളുണ്ട്. അവസാന ദിവസങ്ങളിൽ UDF വലിയ പ്രതിരോധത്തിലായിരുന്നില്ലേ. 4ാമത്തെ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത്. ഇത് പതിവുള്ളതാണോ അതോ അല്ലല്ല, ചില ആളുകൾക്ക് പതിവ് ഇത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടായിരിക്കും. ഞാൻ കൽപ്പാത്തിക്കാരോട് ചോദിച്ചാൽ അറിയാം, എല്ലാ ശനിയാഴ്ചകളിലും കൽപ്പാത്തിയിൽ കാലത്ത് ഈ സമയത്ത് ഞാൻ ഉണ്ടാവുന്നതാണ്. എല്ലാ ശനിയാഴ്ചകളിലും ഉണ്ടാവും. ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകളോട് ചോദിക്കാം, അമ്പലത്തിലെ പൂജാരിയോട് ചോദിക്കാം. ശനിയാഴ്ചകളിൽ ഞാൻ എല്ലാ ശനിയാഴ്ചയും കൽപ്പാത്തി ക്ഷേത്രത്തിൽ. കഴിഞ്ഞ തവണ പിരായിരിയിലാണ് UDF കയറി വന്നത്. ഇത്തവണ അവിടെ എങ്ങനെ അത് മറികടക്കാൻ കരുതണം? അല്ല, UDF കഴിഞ്ഞ തവണത്തെ വോട്ട് ഇത്തവണ പ്രായരിയിൽ ലഭിക്കില്ല. ഞങ്ങൾക്ക് പ്രായരിയിൽ ഇത്തവണ വോട്ട് വർധനയുണ്ട്. 1500 മുതൽ 2000 വോട്ട് വരെ ഞങ്ങൾ പ്രായരിയിൽ വർദ്ധിപ്പിക്കും. UDF ലീഡ് സ്വാഭാവികമായിട്ട് കുറയും. പ്രായരിയിൽ അവർക്ക് ലഭിച്ചിരുന്ന ലീഡ് കുറയും. അത് ഞങ്ങളുടെ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഗരസഭാ പരിധിയിൽ ലഭിച്ച വോട്ടിനെയാണ് ലീഡിനെ അവർ ഒപ്പം എത്തിയത് പ്രായരിയാണ്. ഇത്തവണ അതിന് കഴിയില്ല. മാത്തൂരാണ് 2ാമത്തെ പഞ്ചായത്ത്. മാത്തൂര് ഞങ്ങൾ UDF ഒപ്പം ഉണ്ടാവും. UDF കഴിഞ്ഞ തവണ ഞങ്ങളെക്കാൾ ലഭിച്ച 2000-ഓളം വോട്ടുകൾ ഇത്തവണ ലഭിക്കില്ല. 3-4 റൗണ്ട് കഴിയണം. കാരണം ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ എത്തണമെങ്കിൽ 4ാമത്തെ 5ാമത്തെ റൗണ്ടിലൊക്കെയാണ് വരുന്നത്. അത് കഴിയുമ്പോൾ എത്ര ലീഡ് കിട്ടുമെന്നാണ് ഞങ്ങള് ഇപ്പോ കർണകി നഗരൊക്കെ വരുന്നത് 55 മുതലുള്ള ബൂത്തുകളാണ്. വടക്കന്തറയെല്ലാം വരുന്നത് 55 മുതൽ 65 ബൂത്തുകളാണ്. 55, 56, 57, 58, 59, 60, 65ഒക്കെയാണ് ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ. ഇപ്പോൾ 7ാമത്തെ റൗണ്ടോട് കൂടിയിട്ടാണ് പാലക്കാടത്തെ നഗരത്തിലെ ലീഡിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയാൻ കഴിയും. ഇല്ലല്ലോ, നഗരസഭ മാത്രമല്ല, ഇത്തവണ ഞങ്ങൾ 3 പഞ്ചായത്തുകളിലും ഞങ്ങൾ നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. 2 മുന്നണികൾക്കും കണ്ണാടിയിൽ മാത്തൂർ ഞങ്ങൾ 1ാം സ്ഥാനം വന്നാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ CPM 1ാം സ്ഥാനത്തുള്ള CPM കണ്ണാടി പഞ്ചായത്തിൽ 1500 വോട്ടിന്റെ വ്യത്യാസമുണ്ട്. അത് മറികടക്കാനൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. കണ്ണാടി പഞ്ചായത്തിനും മാത്തൂരൊക്കെ ഞങ്ങൾ 1ാം സ്ഥാനം വരും. UDF ഇത്തവണ മാത്തൂരിൽ ലീഡ് ഉണ്ടാവില്ല. അവിടെയും ഞങ്ങൾ 1ാം സ്ഥാനത്തോ അല്ലെങ്കിൽ ക്ലോസ് സെക്കൻഡോ ഉണ്ടാവും. റൗണ്ട് വൈസ് ലീഡൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞങ്ങൾ നഗരസഭ എണ്ണി കഴിയുന്ന സമയത്ത് ഞങ്ങൾ വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. ഞങ്ങൾ ആ ലീഡിനെ മറികടക്കാൻ UDF കഴിയും. അല്ല, 7:45 ഞാൻ ജില്ലാ ഓഫീസിലാണ്. അത് പറഞ്ഞു ശരിയാണ്. ഈ 4ാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് BJPയുടെ സ്ട്രോങ് ഹോൾഡിലെ വോട്ടുകളാണ്. അത് കഴിഞ്ഞ തവണത്തെ 2021 പരിശോധിച്ചാൽ തന്നെ അറിയാം. 56ാം നമ്പർ ബൂത്താണ് ഏറ്റവും BJPക്ക് അനുകൂലമായ ബൂത്ത് എന്ന് C. കൃഷ്ണകുമാർ പറയുന്നത്. കഴിഞ്ഞ തവണ അവിടെ 900-ഓളം വോട്ടുകൾ ഈ ശ്രീധരൻ നേടിയപ്പോൾ അതേ ബൂത്തിൽ 38 വോട്ട് 28 വോട്ടുകൾ മാത്രമായിരുന്നു സ്ഥാനാർത്ഥികളുണ്ട്. രണ്ടുപേരും നീല ഷർട്ടാണല്ലേ? യാദൃച്ഛികമാണെങ്കിലും മഞ്ജുഷ, ഇതിൻ്റെ അകത്തൊരു കാര്യം കൂടിയുണ്ട്. ഈ BJPയുടെ എല്ലാ പ്രതീക്ഷകളുടെ അടിസ്ഥാനം 2ാം സ്ഥാനത്തേക്ക് ഇടതുപക്ഷം LDF സ്ഥാനാർത്ഥി കടന്നു വരുമെന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ സരിൻ പറയുന്നതും അത് തന്നെയാണ്. 1ാം സ്ഥാനത്തേക്ക് സരിൻ പറയുമ്പോൾ 2ാം സ്ഥാനത്തേക്കെങ്കിലും LDF വരും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് സരിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ LDF കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് നേടിയാൽ മാത്രമേ BJPക്ക് ജയം നേടിയെടുക്കുവാൻ പറ്റുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഈ 4ാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് നിർണായകമാകുന്നത് ഈ 52 മുതൽ അങ്ങോട്ടുള്ള ബൂത്തുകൾ എന്ന് പറയുന്നത് അത് BJPയുടെ സ്ട്രോങ് ഹോൾഡാണ് പാലക്കാട് നഗരസഭയിൽ. കഴിഞ്ഞ തവണ 28-30 വോട്ടുകളൊക്കെയാണ് ആ ബൂത്തുകളിൽ നിന്ന് നേടാനായിട്ട് LDF കഴിഞ്ഞത്. ഷാഫി പറമ്പലിന്റെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. 100 വോട്ട് 110 വോട്ടുകളൊക്കെ കിട്ടിയ സ്ഥലങ്ങളുണ്ട്. അവിടെ പക്ഷേ 900-ഓളം വോട്ടുകൾ സമാഹരിക്കുവാനായിട്ട് ഓരോ ബൂത്തിലും ഈ ശ്രീധരന് കഴിഞ്ഞിരുന്നു. ആ ഒരു ആത്മവിശ്വാസമാണ് C. കൃഷ്ണകുമാർ ഇന്നലെയും പറഞ്ഞത്. ഇന്നും അദ്ദേഹം അത് തന്നെ പറയുന്നു. അങ്ങനെ പാലക്കാട് നഗരസഭയിൽ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഈ ബൂത്തുകളിൽ ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് എന്ന് C. കൃഷ്ണകുമാർ പറയുന്ന ആ ബൂത്തുകളിൽ കൃത്യമായിട്ടും പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് 2021 അതേ അന്തരീക്ഷം അല്ലെങ്കിൽ അതിന് മുകളിൽ എന്നാണ് C. കൃഷ്ണകുമാറിന്റെ അവകാശവാദം. ഇത് എത്രത്തോളം നടക്കുമെന്നുള്ളതാണ്. അതെ, ഇവര് ശ്രീധരനേക്കാൾ മെച്ചപ്പെട്ടയാളാണോ കൃഷ്ണകുമാർ എന്ന ചോദ്യം ഉയർന്നു. അവിടെ BJP നൽകുന്ന ഒരു മറുപടി രസകരമാണ്. കാരണം ശ്രീധരൻ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സംഘടനാ സംവിധാനം ഇത്തവണ ഞങ്ങൾ നന്നായി വർക്ക് ചെയ്യിച്ചു. പ്രത്യേക വോട്ടർ ലിസ്റ്റ് ഉണ്ടാക്കി ഞങ്ങൾ പോൾ ചെയ്യിച്ചു. അതിനൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്ന ചിലയിടങ്ങളിൽ 85%
തന്നെ സ്ട്രോങ് ഹോൾഡിൽ വോട്ട് പോളിംഗ് നടന്ന ഇടങ്ങളുണ്ട്. അത് പൂർണ്ണമായും അവിടെയൊക്കെ മറ്റു പാർട്ടി കക്ഷികൾക്ക് തുച്ഛമായ വോട്ടുകൾ കിട്ടുന്ന ഇടമാണ്. അതിലൊരു ബൂത്താണ് 58-ാം നമ്പർ ബൂത്ത്. അത് പലതവണ ചർച്ചയിൽ വന്നിട്ടുള്ളതാണ്. അവിടെ 710 വോട്ടുകൾ കഴിഞ്ഞ തവണ ഇ ശ്രീധരന് കിട്ടിയപ്പോൾ 23 വോട്ടുകളായിരുന്നു LDF കിട്ടിയത്. ഷാഫിക്ക് കിട്ടിയത് 60 വോട്ടുകളും. അതായത് ഈ 52 കഴിഞ്ഞ് അങ്ങനെ നമ്പർ 52, 53, 54, 55, 56, 57, 58, 59 ഈ ബൂത്തുകളൊക്കെ BJPയുടെ സ്ട്രോങ് ഹോൾഡാണ്. അവിടെ പിന്നോട്ട് പോയാൽ അല്ലേ ഇതിനേക്കാൾ വോട്ട് കുറയുകയാണെങ്കിൽ അത് BJPക്ക് ക്ഷീണമുണ്ടാക്കും. അതുകൊണ്ടാണ് 14, 28, 42 നാലാമത്തെ റൗണ്ട് വരുമ്പോഴാണ് ഈ 52-ാം ബൂത്ത് വരുന്നത്. 56 ബൂത്തുകൾ നാലാമത്തെ റൗണ്ടിൽ പൂർത്തിയാവില്ല. അതായത് 4ഉം 5ഉം റൗണ്ടുകൾ അല്ലേ സരിനും അത് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അതായത് 7 റൗണ്ടുകളിൽ നഗരസഭ കംപ്ലീറ്റ് ചെയ്യുമെങ്കിലും തുടക്കത്തിൽ BJPയുടെ വലിയ ലീഡും പിന്നീട് ആ ലീഡ് കുറഞ്ഞ് വീണ്ടും ലീഡ് വർദ്ധിക്കുക, ഈ ഒരു ട്രെൻഡ്, ഈ വേവാണ് പ്രകടമാകുമെന്ന് BJP കരുതുന്നത്. ആ വേവ് അതേ രീതിയിൽ വർക്ക് ചെയ്താൽ ഓക്കെ BJPക്ക് പ്രതീക്ഷിക്കാൻ. അത് കഴിഞ്ഞ് പിരായിരിയിലേക്ക് പോവുകയാണെങ്കിൽ പിരായിരിയിൽ വരുന്ന 33 ബൂത്തുകൾ അതും നിർണായകമാണ്. കാരണം അവിടെ BJPക്ക് എത്ര വോട്ടുകൾ കിട്ടും പരമാവധി ഇല്ലേ എന്നുള്ള കാര്യവും നിർണായകം. അതുപോലെ തന്നെ LDFും UDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ഈ പിരായിരിലെ വോട്ട് ഇത്തവണ കോൺഗ്രസിന് കുറയുമെന്ന BJPയുടെ പ്രതീക്ഷയുടെ അടിസ്ഥാനം ഇങ്ങനെയാണ്. ന്യൂനപക്ഷ വോട്ടുകളിൽ പിളർപ്പുണ്ട്. അത് ലെഫ്റ്റിലേക്ക് കുറെ പോയിട്ടുണ്ട്. പിരായിരിൽ കുറച്ച് വോട്ടുകൾ അങ്ങനെ സ്വാധീനിക്കും. അല്പസമയം മുമ്പ് തന്നെ കൃഷ്ണകുമാർ പറയുന്നുണ്ട് ന്യൂനപക്ഷ കാൻഡിഡേറ്റുകളുണ്ട് സ്വാധീനിക്കുമെന്നാണ്. പക്ഷേ എത്രയുണ്ട് സ്വാധീനിക്കുന്ന സംശയമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ C കൃഷ്ണകുമാറും സരിനും ഒക്കെ പറയുന്ന കാര്യം അത് കോൺഗ്രസിന്റെ കാര്യത്തിലും ശരിയാണ്. സ്ക്വാഡ് വർക്കുകൾ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് അല്ലേ. അവരവരുടെ സ്ട്രോങ് ഹോൾഡ്സിൽ പരമാവധി അവരെ ബൂത്തിലെത്തിക്കുവാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല വീടുകൾ തോറുമുള്ള പ്രചാരണവും ഓരോ വീട്ടിലും 3ഉം 4ഉം തവണ വന്ന് പ്രചാരണം നടത്തി പോകുന്നു. സ്ഥാനാർത്ഥി നേരിട്ട് വരുന്ന ഒരു അവസ്ഥ പോലും സൈത്ത് അവിടെ ഉണ്ടായിരുന്നതാണ്, ഞാനും അവിടെ ഉണ്ടായിരുന്നതാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവർ നേരിട്ട് തന്നെ വീടുകളിൽ വന്ന് അതിൽ ഏറ്റവും സൈലന്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് BJPയുടേതായിരുന്നു. BJPയുടെ ക്യാമ്പയിൻ അത് പ്രത്യേകമാണ്. കാരണം കാര്യമായ വിവാദങ്ങൾ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ കള്ളവോട്ട് വിവാദം ചർച്ച ചെയ്ത സമയത്തൊക്കെ BJP കോൺസെൻട്രേറ്റ് ചെയ്തത് പൂർണ്ണമായും പ്രാദേശിക മേഖലകളിലാണ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. അത് അവർ ഏറ്റുപിടിച്ചില്ല. അതെ, കള്ളവോട്ട് വിവാദം അതുപോലെ തന്നെ ആ പെട്ടിയുടെ ഇഷ്യൂ ഒക്കെ ഇല്ലേ റെയ്ഡും അതൊന്നും BJP അധികം ഏറ്റുപിടിച്ചില്ല. C കൃഷ്ണകുമാർ കുറച്ചുകൂടെ സൗമ്യനായ ഒരാൾ കൂടിയാണ്. അവിടെ പരിചിതനായ ഒരു വ്യക്തിയാണ്. പല തെരഞ്ഞെടുപ്പുകളിലും പാലക്കാട് മത്സരിച്ചിട്ടുള്ള ആളാണ്. അതിനാൽ തന്നെ അദ്ദേഹം കൂടുതലും ഈ ഡോർ ടു ഡോർ ക്യാമ്പയിൻ അതിനുവേണ്ടി സമയം നീക്കി വെക്കുകയായിരുന്നു. BJPക്ക് പിന്നെ ആ സംഘടനാ സംവിധാനവും അവിടെ സ്ട്രോങ് ആണ് പാലക്കാട്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് വോട്ടിൽ എത്രമാത്രം പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ്. പാലക്കാട് നഗരസഭ BJPയെ കൈവിട്ടാൽ അത് പിന്നീട് BJPക്ക് അതിനകത്ത് ഒന്നും പറ്റില്ല. പിന്നെ അത് ഫിനിഷായി എന്നുള്ള കാര്യം തന്നെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് റിസൾട്ട്. പക്ഷേ നഗരസഭ BJPയെ അനുഗ്രഹിച്ചാൽ അത് സ്വാഭാവികമായിട്ടും അവസാന നിമിഷം വരെ ഈ വോട്ടെണ്ണലിന്റെ ആ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയും. അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ സസ്പെൻസ് പോകുമെന്നുള്ളതാണ് അല്ലേ. ശ്രീജിത്ത് എനിക്ക് തോന്നുന്നു കൃഷ്ണകുമാറിന്റെ ഒപ്പം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ശ്രീജിത്ത്, കൃഷ്ണകുമാർ